എത്ര സുന്ദരമീ ഖുർആൻ 27-ാം ഭാഗം. നീയാണോ ഇങ്ങനെ പറഞ്ഞത്? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് നാളെ പരലോകത്ത് വെച്ച് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് പഠിച്ചു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഈസാ നബിയെ വിചാരണ ചെയ്യും. ഈസാ നബിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈസാ നബി അലൈഹിസ്സലാം അതിന് മറുപടിയും നൽകും. ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ മാഇദ 116-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദ് ഖാലല്ലാഹു യാ ഈസ ഇബ്ന മറിയം. അല്ലാഹു ചോദിക്കുന്ന സന്ദർഭം, മറിയമിൻ്റെ പുത്രൻ ഈസ, അ അൻത ഖുൽത ലിന്നാസി, നീയാണോ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്? ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ല, എന്നെയും എൻ്റെ മാതാവിനെയും അല്ലാഹുവെ കൂടാതെ ദൈവങ്ങളായി സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞത് നീ തന്നെയാണോ? നീയാണോ അങ്ങനെ പറഞ്ഞത്? ഖാല, ഈസാ നബി അലൈഹിസ്സലാം അപ്പോൾ മറുപടി പറയും, സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്. പടച്ചവനെ, അല്ലാഹുവേ, എത്ര പരിശുദ്ധനാണ് നീ. എനിക്ക് അധികാരമില്ലാത്ത, അവകാശമില്ലാത്ത ഒരു കാര്യം, പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയുകയില്ലല്ലോ. ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംതഹു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാതെ തന്നെ അള്ളാഹുവിന് അത് അറിയാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അള്ളാഹുവിന് അറിയാമല്ലോ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്. അള്ളാഹുവേ, നിനക്ക് എൻ്റെ മനസ്സിലുള്ളതറിയാൻ കഴിയും, എനിക്ക് നിൻ്റെ മനസ്സിലുള്ളതറിയാൻ കഴിയുകയുമില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, അദൃശ്യമായ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണല്ലോ നീ. ഇതാണ് നാളെ നടക്കാൻ പോകുന്ന ഒരു ചോദ്യോത്തരം, ഒരു വിചാരണ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയോട് ചോദിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം അതിന് മറുപടി പറയുന്നു. ഇതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഖാല അല്ലാഹു പറയുന്ന സന്ദർഭം. യാ ഈസ ഇബ്ന മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ, അ അൻത ഖുൽത ലിന്നാസ്, നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? ഇവിടെ അ അൻത ഖുൽത എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അ ഖുൽത ലിന്നാസി എന്ന് പറഞ്ഞില്ല. അ ഖുൽത ലിന്നാസി എന്ന് പറയുന്നതിന് പകരം അത് ചോദിച്ചാലും ആശയം കിട്ടും. പക്ഷെ അ ഖുൽത ലിന്നാസി എന്ന് ചോദിക്കുന്നതിന് പകരം അ അൻത ഖുൽത ലിന്നാസി, നീയാണോ ജനങ്ങളോട് ഇത് പറഞ്ഞത് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അ ഖുൽത ലിന്നാസി എന്നതും അ അൻത ഖുൽത ലിന്നാസി എന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആശയത്തിൽ. ഇവിടെ പദത്തിൽ ഒരു അന്ത കൂടിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. അ ഖുൽത ലിന്നാസി എന്ന് ചോദിച്ചാലും നീയാണോ പറഞ്ഞത് എന്നാണ് അർത്ഥം. അ അൻത ഖുൽത ലിന്നാസി എന്ന് പറഞ്ഞാലും നീയാണോ പറഞ്ഞത് എന്നാണ് അർത്ഥം. പക്ഷെ രണ്ടിൻ്റെയും ആശയത്തിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. അ ഖുൽത ലിന്നാസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ ജനങ്ങളോട് പറഞ്ഞോ എന്നാണ്.
ഇപ്പോൾ ആ പറയുക എന്ന കാര്യം നടക്കാം, നടക്കാതിരിക്കാം. അഖുൽത ലിന്നാസി, നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഈസാ നബി അലൈഹിസ്സലാമിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം, പറഞ്ഞിട്ടില്ല എന്നും പറയാം. അപ്പം ആ സംഭവം നടന്നു എന്ന് ഉറപ്പില്ലാത്തൊരു സംഗതിയെക്കുറിച്ചാണ് അഖുൽത ലിന്നാസി എന്ന് പറയുക. നീ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞോ. എന്നാൽ അഅന്ത ഖുൽത ലിന്നാസി എന്ന് പറഞ്ഞാലോ, പറഞ്ഞിട്ടുണ്ട്. എന്നെയും എൻ്റെ മാതാവിനെയും ദൈവമായി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞത് എന്നതാണ് ചോദ്യം. നീയാണോ പറഞ്ഞത്, അതല്ല മറ്റാരെങ്കിലുമാണോ പറഞ്ഞത്? അപ്പം എന്താണ്, അങ്ങനെ ഒരു സംഭവം കന്യാമറിയത്തെയും യേശുവിനെയും ദൈവമായി സ്വീകരിക്കാൻ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, അങ്ങനെ ലോകത്ത് പല ആളുകളും പറയുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും നിന്നെയും നിൻ്റെ മാതാവിനെയും ദൈവമായി സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അത് പറഞ്ഞത് നീയാണോ? ഇതാണ് ഒരു അന്ത ചേർത്തപ്പോഴുള്ള വ്യത്യാസം. അഅന്ത ഖുൽത ലിന്നാസ്, നീയാണോ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്? ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു അന്ത പ്രയോഗിച്ചത്. അതില്ലായിരുന്നുവെങ്കിൽ അഖുൽത ലിന്നാസി, നീ ജനങ്ങളോട് പറഞ്ഞോ എന്നെ കൂടാതെ നിന്നെയും നിൻ്റെ മാതാവിനെയും ദൈവമായി സ്വീകരിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ ആ പറഞ്ഞു എന്നത് സ്ഥാപിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല എന്നായി. പക്ഷെ ഇവിടെ അഅന്ത ഖുൽത ലിന്നാസി എന്ന് പറയുമ്പോൾ ഈസാ നബിയെയും ഈസാ നബിയുടെ മാതാവ് കന്യാമറിയത്തെയും ദൈവമായി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നീ അത് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഈസാ നബിയോട് ചോദ്യം. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ എങ്ങനെ എനിക്ക് അവകാശമില്ലാത്ത കാര്യത്തിൽ അങ്ങനെ പറയും? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അള്ളാഹുവെ നിനക്കറിയാവുന്നതാണല്ലോ. എൻ്റെ മനസ്സിലുള്ള കാര്യം നിനക്കറിയാം, നിൻ്റെ മനസ്സിലുള്ള കാര്യം എനിക്കറിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഈസാ നബി മറുപടി പറയുകയും ചെയ്യുന്നു. അപ്പോൾ എത്ര കൃത്യമാണ്! ഒരു അന്ത എന്ന പദപ്രയോഗം വന്നതോടുകൂടി ഈസാ നബിയെക്കുറിച്ച് ലോകത്തുള്ള വലിയ തെറ്റിദ്ധാരണയുടെ ആ കാര്യം കൂടി ആ ഒരൊറ്റ വാക്കിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. നാളെ ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഇടയിലുള്ള ഈ സംസാരങ്ങളൊക്കെ നാളെ അവിടെ രേഖപ്പെടുത്തുകയും അതിനെക്കുറിച്ച് ഈസാ നബിയോട് തന്നെ ചോദിക്കുകയും ഈസാ നബി അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. അവിടെ അഅന്ത ഖുൽത ലിന്നാസ്, നീയാണോ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്? ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നീയാണോ പറഞ്ഞത് എന്ന ചോദ്യം ചോദിക്കും. എത്ര കൃത്യമാണ് ഖുർആനിൻ്റെ ചോദ്യങ്ങൾ, എത്ര വ്യക്തമാണ് ഖുർആനിൻ്റെ ഉത്തരങ്ങൾ, എത്ര സുന്ദരമേ ഖുർആൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.